നല്ല അയൽപക്ക ബന്ധങ്ങൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. നമ്മുടെ വീടിൻ്റെ അയൽപക്കത്തുള്ള ആളുകൾ ആരൊക്കെയാണ് എന്ന് ചിലപ്പോഴെങ്കിലും നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും അയൽപക്ക ബന്ധങ്ങളുടെ ഇഴയടുപ്പങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ഗ്രാമങ്ങളിൽ നല്ല അയൽപക്കങ്ങൾ ഉണ്ടായിരുന്നൊരു കാലമുണ്ടായിരുന്നു, ഇന്നുമുണ്ട്. എന്നാൽ നഗരങ്ങളിൽ അങ്ങനെയല്ല. നഗരവാസികളുടെ തൊട്ടപ്പുറത്തുള്ള മുറികളിൽ ഫ്ലാറ്റാണെങ്കിൽ അതിന് അപ്പുറത്തുള്ള ആരാണ് എന്ന് പോലും കൃത്യമായിട്ട് അറിയാൻ വയ്യാത്ത ഒരു കാലഘട്ടത്തിൽ നിന്നും മാറി വരുന്നുണ്ട് ഇന്ന് പലപ്പോഴും റെസിഡൻസ് അസോസിയേഷനുകളും ഫ്ലാറ്റിൻ്റെ അസോസിയേഷനുകളുമൊക്കെ. ഏതെങ്കിലുമൊക്കെ അവസരങ്ങൾക്ക് വേണ്ടി മാത്രം ഒന്നിച്ചുകൂടുന്ന, ആഘോഷങ്ങൾക്ക് വേണ്ടി മാത്രം ഒന്നിച്ചുകൂടുന്ന ഒരു സംസ്കാരമാണ് ഇന്ന് പലയിടത്തുമുള്ളത്. എന്നാൽ മുൻപ് അങ്ങനെ ആയിരുന്നില്ല. നമ്മുടെയൊക്കെ ഗ്രാമങ്ങളിൽ തൊട്ട അയൽപക്കത്തുള്ള വീട്ടിലെ ചെറിയ ആഘോഷങ്ങൾ പോലും നമ്മുടെയും വലിയ ആഘോഷമായിരുന്നു. അതിൽ ആവേശത്തോടുകൂടി പങ്കെടുത്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. നമ്മളുടെ പ്രാർത്ഥനകളിൽ ഇതര മതസ്ഥരായ ആളുകൾ കൂടി പങ്കുചേർന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്നും അങ്ങനെ ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അത്തരത്തിലുള്ള ഒരു തുറന്ന മനസ്സ് ഇന്ന് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന് പോലും പലപ്പോഴും നഷ്ടമാകുന്ന ചില ഓർമ്മപ്പെടുത്തലുകൾ അടുത്ത നാളുകളിൽ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ കത്തോലിക്ക വിശ്വാസത്തിന് അനുസരിച്ചുള്ളൊരു ശൈലിയല്ല. എല്ലാ മതസ്ഥരെയും ആദരിക്കുന്ന, എല്ലാ മതസ്ഥരെയും ബഹുമാനിക്കുന്ന ഒരു സംസ്കാരം നമുക്ക് ലഭിക്കുന്നത് കത്തോലിക്ക സഭയിൽ നമ്മൾ അടിയുറച്ച് നിൽക്കുമ്പോഴും ക്രിസ്തുവിൽ അടിയുറച്ച് വിശ്വസിക്കുമ്പോഴുമാണ്. എനിക്ക് ക്രിസ്തുവിൽ ഉറച്ച ബോധ്യമുണ്ട്, വിശ്വാസമുണ്ട് എങ്കിൽ എന്നേക്കാൾ വ്യത്യസ്തമായ ഒരു വിശ്വാസ ശൈലി പുലർത്തുന്ന ഒരാളെ ഞാൻ വെറുക്കേണ്ടതുണ്ടോ എന്ന അടിസ്ഥാനപരമായൊരു ചോദ്യം ഉയരുന്നുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണത്. നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മുടെ അയൽപക്കത്തുള്ള ഇതര മതസ്ഥരായ ആളുകൾ എപ്പോഴെങ്കിലും ഉൾപ്പെടുന്നുണ്ടോ? അവരുടെ ആവശ്യങ്ങളും നമ്മുടേതാക്കി നാം തമ്പുരാൻ്റെ മുമ്പിൽ അർപ്പിക്കുമ്പോൾ നമുക്ക് വേണ്ടിയും നമ്മളറിയാതെ പ്രാർത്ഥിക്കുന്ന ഒട്ടനവധി ആളുകൾ നമ്മുടെ അയൽപക്കത്തുണ്ടാവും. അപ്പോൾ നമ്മുടെ അയൽപക്കങ്ങൾ നല്ല അയൽപക്കങ്ങളാവും, നമ്മുടെ ബന്ധങ്ങൾ നന്മ നിറഞ്ഞതാവും. അങ്ങനെ നന്മ നിറഞ്ഞ ബന്ധങ്ങൾ ഉണ്ടാകണമെങ്കിൽ നമുക്ക് ദൈവികമായ ഒരു മനസ്സുണ്ടാവണം. അത്തരത്തിലുള്ള മനസ്സുള്ളവർക്ക്, വിശ്വാസിക്ക് മാത്രമേ അവിശ്വാസിയെ, വ്യത്യസ്തമായ വിശ്വാസ ശൈലി സ്വീകരിക്കുന്നവരെ ഉൾക്കൊള്ളുവാനാവും. ഈശോ എല്ലാവരെയും ഉൾക്കൊണ്ട വിശാലമായ ഒരു ഹൃദയത്തിൻ്റെ ഉടമയായിരുന്നു നമുക്കറിയാം. കാവ്യാമൃതത്തിൽ ഈ എപ്പിസോഡ് ഗാനങ്ങളിലൂടെ നമ്മൾ കേൾക്കുമ്പോൾ ഒരുപക്ഷെ എല്ലാവരെയും ഉൾക്കൊള്ളുവാനുള്ള വിശാലമായൊരു മനസ്സ് ദൈവം നമുക്ക് നൽകുന്നുവെങ്കിൽ ഞങ്ങളുടെ പരിശ്രമം സാർത്ഥകമായി. കാവ്യാമൃതത്തിലെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ ഇരുൾ നിറഞ്ഞ വഴികളിൽ ഈശോ നീ പ്രകാശഗോപുരമായി നിൽക്കണമേ. എൻ്റെ യുവത്വത്തിൻ്റെ ചേതനയിൽ നിൻ്റെ സാന്നിധ്യം വിശുദ്ധിയുടെ തൈലമായി അഭിഷേകം ചെയ്യട്ടെ എന്ന പ്രാർത്ഥന. നിത്യകവാടമേ തുറന്നാലും സത്യപ്രകാശമേ പൊഴിഞ്ഞാലും മലയാളി മനസ്സ്, ക്രൈസ്തവ മനസ്സ് ദാസേട്ടൻ്റെ മനോഹരമായ സ്വരത്തിലൂടെ, അദ്ദേഹത്തിൻ്റെ ആദ്യകാലത്തെ ഭക്തിഗാനങ്ങളിൽ ഏറ്റവും പ്രശസ്തമായ ഗാനമാണ്, കേട്ട് ദൈവാനുഭവത്തിൻ്റെ നിറവിലേക്ക് ഉയർന്നിട്ടുള്ള ഒരു ഗാനമാണിത്. ഇന്ന് ഈ ഗാനം ഐറിൻ്റെ സ്വരത്തിലൂടെയാണ് നമ്മൾ കേൾക്കുക. ഈ ഗാനം കേൾക്കുമ്പോൾ സ്വാഭാവികമായും നമ്മളുണ്ടാകുന്ന ചിന്ത എന്താണ്? ദൈവികമായ ഒരു ഇടപെടൽ, അതിനുവേണ്ടി കൊതിക്കുന്ന ഒരു സാധാരണ വിശ്വാസിയുടെ മനസ്സ്.
അത്തരത്തിലൊരു മനസ്സ് രൂപപ്പെടുവാൻ വളരെ അവിചാരിതമായിട്ടായിരിക്കാം ഇപ്പോൾ ഈ ഗാനം നിങ്ങൾ ശ്രവിക്കുവാൻ പോകുന്നത്. അത് കേൾക്കുമ്പോൾ അത്തരത്തിലൊരു മനസ്സ് നമുക്ക് രൂപപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ ഗാനം ഒരു പ്രാർത്ഥനയാകും. ഐറിൻ്റെ മനോഹരമായ സ്വരത്തിൽ വളരെ പ്രശസ്തമായ ഈ ഗാനം നമുക്ക് കേൾക്കാം. അരുമയുള്ള യേശുവേ, കുരിശിൽ മരിച്ചൻ ആത്മാവിനെ രക്ഷിച്ച നിൻ്റെ രക്ഷാകരമായ ആ ഒരു അനുഭവത്തെ സ്വീകരിക്കുവാൻ ജീവിതത്തിൻ്റെ എല്ലാ വഴികളിൽ നിന്നും നിന്നിലേക്കെത്തുന്ന എന്നെ നീ കാണണമേ എന്ന ആത്മാവിൻ്റെ ദാഹാർത്ഥമായ പ്രാർത്ഥന
പഴയ കാലത്തെ മനോഹരമായ ഒരു ഗാനമാണ്. ഈ ഒരു ഗാനത്തിൽ കാടും വീടും അപ്പനെയും അമ്മയെയും എല്ലാവരെയും വിട്ട് ദൈവത്തെ തേടി വരുന്ന ഒരാത്മാവിൻ്റെ ദാഹം നമ്മൾ കാണുന്നുണ്ട്. ജീവിതത്തിൻ്റെ അവസാനത്തിൽ നമ്മൾ ദൈവത്തിൽ എത്തിച്ചേരും എന്നുള്ള വലിയൊരു ദർശനമാണ് കവി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. അത്തരത്തിൽ ജനനം മുതൽ മരണം വരെ ദൈവത്തിൽ എത്തിച്ചേരുവാനായിട്ടുള്ള നമ്മുടെ വലിയ ദാഹം, അത് സെലിൻ്റെ മനോഹരമായ ശബ്ദത്തിലൂടെ വളരെ മുൻപേ തന്നെ എഴുതപ്പെട്ട ഒരു നാടൻ പാട്ടിൻ്റെ ശീലികളുടെ സുഭഗതയോടുകൂടി കേൾക്കുവാൻ ഇമ്പമുള്ള മനോഹരമായൊരു ഗാനം സെലിൻ്റെ ശബ്ദമാധുര്യത്തിൽ നമ്മൾ കേൾക്കുകയാണ്. ഈ ഒരു ഗാനം നമ്മളെ നമ്മുടെ മാതാപിതാക്കളുടെ അവരുടെ മാതാപിതാക്കളുടെ കാലത്തെ വളരെ സമ്പന്നമായ ഭക്തി സ്രോതസ്സിലേക്ക് നയിക്കും എന്നതിൽ സംശയമില്ല. ഈ ഒരു ഗാനം കേട്ടു നോക്കുക. ജീവനെ
നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ലഭിക്കണം എന്നാഗ്രഹിച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കുക. ജീവിതകാലം മുഴുവൻ നമ്മൾ ഈ പ്രാർത്ഥന തുടരുകയാണ്. അപ്പോൾ എപ്പോഴെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭിക്കാൻ പോവുകയാണ് എന്ന് ദൈവം നമ്മളെ അറിയിക്കുന്നു എന്ന് കരുതുക. എത്ര പേർ അത് സ്വീകരിക്കുവാൻ തയ്യാറാകും? ജീവിതകാലം മുഴുവൻ ഒരു മകനുണ്ടാകണം, മകളുണ്ടാകണം എന്നാഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച 2 പേരുടെ കഥയുണ്ട്. അതിനു മുമ്പും പലരും പ്രാർത്ഥിച്ചിട്ടുണ്ട്. അബ്രാഹവും സാറായും പ്രാർത്ഥിച്ചു. അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, നിനക്ക് ഒരു മകനുണ്ടാകുവാൻ പോകുന്നു. അബ്രാഹം കമഴ്ന്ന് വീണ് ചിരിച്ചു എന്നാണ് പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുക. സാറ വാതിലിന് പിന്നിൽ മറഞ്ഞു നിന്ന് ചിരിച്ചു എന്നാണ് പറയുന്നത്. 100-ാമത്തെ വയസ്സിൽ എനിക്ക് എങ്ങനെ മകനുണ്ടാകും എന്ന് അബ്രാഹം ചോദിച്ചു. പക്ഷേ ദൈവം അബ്രാഹത്തെ ശിക്ഷിച്ചില്ല. സമാനമായൊരു കാഴ്ച പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. സക്കറിയായുടെയും എലിസബത്തിൻ്റെയും ജീവിതത്തിലാണ്. സക്കറിയായും എലിസബത്തും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. എത്രയോ കാലമായി അവർ പ്രാർത്ഥന തുടരുന്നു. എന്തിനു വേണ്ടിയാണ്? ഒരു മകനുണ്ടാകണം അല്ലെങ്കിൽ ഒരു മകളുണ്ടാകണം എന്ന ആഗ്രഹത്തിനാണ്. അപ്പോൾ അങ്ങനെ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുവാൻ, ധൂപാർപ്പണം നടത്തുവാൻ നറുക്ക് വീണ സക്കറിയ ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ദൈവദൂതൻ പ്രത്യക്ഷപ്പെടുന്നു. സക്കറിയായോട് പറയുന്നു, നിനക്ക് ഒരു മകനുണ്ട്, നിൻ്റെ പ്രാർത്ഥന നിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു, നിനക്കൊരു മകനുണ്ടാകാൻ പോകുന്നു. സക്കറിയ ഞെട്ടിപ്പോയി. ഇതെങ്ങനെയാണ് സംഭവിക്കുക? സക്കറിയായ്ക്ക് ദൈവത്തിൻ്റെ ഈയൊരു വലിയ സന്ദേശത്തെ അവിശ്വസിച്ചതുകൊണ്ട് കുഞ്ഞ് ജനിക്കുന്നത് വരെ ഒരു ചെറിയ അടയാളം ദൈവം കൊടുത്തു. സക്കറിയായ്ക്ക് മാത്രമല്ല ആ അടയാളം കിട്ടിയത്, അദ്ദേഹത്തിൻ്റെ അയൽവക്കക്കാർക്കും ചുറ്റുപാടുമുള്ള എല്ലാവർക്കും അത് മനസ്സിലായി. സക്കറിയ മൂകനായി തീർന്നു. പരിശുദ്ധ അമ്മയ്ക്കും ഇത്തരത്തിൽ ഒരു അനുഭവമുണ്ട്. നീയൊരു മകനെ പ്രസവിക്കും, അവൻ ദൈവപുത്രൻ ആയിരിക്കും എന്നൊക്കെ ഗബ്രിയേൽ ദൂതൻ പറയുമ്പം പരിശുദ്ധ അമ്മ വളരെ സന്ദേഹത്തോടു കൂടി തന്നെ ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെയാണ് സംഭവിക്കുക? ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടേയില്ല. അതേസമയം പരിശുദ്ധ അമ്മയെ ദൈവം ശിക്ഷിക്കുന്നില്ല, അബ്രാഹത്തെയും ശിക്ഷിക്കുന്നില്ല. സക്കറിയായെ മാത്രമാണ് ചെറുതായിട്ടൊന്ന് ശിക്ഷിക്കുന്നത്. അപ്പോൾ സക്കറിയായോട് ദൈവത്തിന് എന്തെങ്കിലും പ്രത്യേകമായ ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളതല്ല. സക്കറിയായ്ക്ക് മുമ്പിൽ ഒരു വലിയ മാതൃകയുണ്ടായിരുന്നു, അബ്രാഹത്തിൻ്റെ മാതൃക. മറിയത്തിന് മുമ്പിൽ അത്തരത്തിലൊരു മാതൃക ഉണ്ടായിരുന്നില്ല. ദൈവം നമുക്ക് കാലാകാലങ്ങളായി നമ്മുടെ ഗുരുക്കന്മാരിലൂടെ, മാതാപിതാക്കളിലൂടെ, പ്രവാചകരിലൂടെ, അധ്യാപകരിലൂടെ, ജ്യേഷ്ഠ സഹോദരങ്ങളിലൂടെ ഒക്കെ നൽകുന്ന വലിയ വലിയ മാതൃകകളുണ്ട്. ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരവസരത്തിൽ ദൈവത്തെ തൊട്ടറിയുവാൻ, അനുഭവിക്കുവാനുള്ള അവസരം ഈ ഗാനങ്ങൾ പകർന്നു നൽകുന്നുവെങ്കിൽ കാവ്യാമൃതത്തിൻ്റെ ഈയൊരു ശ്രമം തീർച്ചയായിട്ടും സാർത്ഥകമാകും. സത്യസൗന്ദര്യ സ്നേഹമാധുര്യം വഴിയുന്ന നിസ്തുല കാവ്യാമൃതം നുകരാം നമുക്കിനി നമ്മളിൽ തെളിക്കട്ടെ.